പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ ഓരോരുത്തരെയും പ്രഭാതം മുതൽ പ്രഘോഷം വരെ, നമ്മുടെ ശിരസ് മുതൽ പാദം വരെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരെയും കുറവുകൾ മാറ്റിവെച്ച് കരുണയോടെ നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ തിരുമുഖത്തിലേക്ക് നോക്കുക. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ആഗ്രഹിച്ച് കരുണയോടെ ദർശിക്കുവാനും കാണുവാനായിട്ട് വന്നിരിക്കുന്ന നിമിഷമാണ്. കർത്താവിൻ്റെ കൃപ നമ്മളിൽ ഓരോരുത്തരും ഒഴുക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു അനുഗ്രഹീത മണിക്കൂറാണ് ഈ കൃപയുടെ സമയം. ഈശോയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി പറയാം, കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരുടെ മേലും കരുണയുണ്ടാകണമേ. കരുണ ലഭിക്കാൻ പോലും പറ്റാത്ത വിധം അധംപതിച്ചു പോയതാണ് എൻ്റെ ജീവിതം. ഈശോയെ, എന്നാലും അങ്ങയുടെ കരുണ ഇതിനേക്കാളൊക്കെ ഉപരിയാണ്. ഈശോയുടെ മുഖത്തോട് നോക്കിക്കൊണ്ട് നമുക്ക് പറയാം, കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ മേൽ മാത്രമല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെ മേൽ, ഞങ്ങളുടെ ജീവിത പങ്കാളികളുടെ മേൽ, ഞങ്ങളുടെ മക്കളുടെ മേൽ, ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഞങ്ങൾ ഓരോരുത്തരും അറിയാവുന്ന ഓരോരുത്തരുടെ മേൽ നമ്മൾ കരുണ വേണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷങ്ങളുടെ മേലും ഒരു മുഴുവനും ഈ ഈശോയുടെ ആൾത്താരയിലേക്ക്, തിരുമുഖത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരുണയോടെ നമ്മളെ നോക്കി നിൽക്കുന്ന ഈശോയുടെ മുൻപാകെ ഇരുകരങ്ങളും നമുക്ക് നീട്ടാം. കർത്താവേ, ഇതാ കരുണയോടെ ഞങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി യാചിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണ നിറഞ്ഞ അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും കരുണയോടെ തന്നെ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളിലേക്ക് നീർച്ചാലായിട്ട് ഒഴുകി വരുന്ന അങ്ങയുടെ കരുണ ഞങ്ങൾക്ക് സ്വീകരിക്കുവാൻ കൃപ നൽകണമേ. നല്ലവനായ ദൈവമേ, ഞങ്ങൾ കരുണയ്ക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. പെന്തക്കുസ്തയുടെ അനുഭവത്താൽ, അനുഗ്രഹത്താൽ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണല്ലോ ഞങ്ങൾ ഓരോരുത്തരും. ഈശോയെ, ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന ഞങ്ങൾക്കിനി വേണ്ടത് അങ്ങയുടെ കരുണയാണ്. അങ്ങയുടെ കരുണ ഞങ്ങളിലേക്ക് ഒഴുകണമേ. ഞങ്ങളിലേക്ക് മാത്രമല്ല തമ്പുരാനെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേലും, ഞങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ, ഞങ്ങളുടെ മക്കളുടെ മേൽ, ഞങ്ങളുടെ ജീവിത പങ്കാളികളുടെ മേൽ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേൽ, ഞങ്ങളുടെ സമൂഹത്തിൽ ഇരിക്കുന്ന നമ്മുടെ സഹോദരിമാരുടെ മേൽ, സഹോദരന്മാരുടെ മേൽ കർത്താവേ, അങ്ങയുടെ കരുണ ഒഴുക്കണമേ. പ്രത്യേകമായി ഏതെങ്കിലും നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലോ ആ നിയോഗങ്ങളിലേക്ക് അങ്ങയുടെ കരുണ ഒഴുക്കണമേ. അങ്ങയുടെ കരുണ മൂലം സകല ബന്ധനങ്ങളും മാറിപ്പോകട്ടെ. കർത്താവെ, അങ്ങയുടെ മുൻപിലേക്ക് നീട്ടിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളിൽ മുഴുവനും ഞങ്ങളെ ജീവിതത്തിലേക്ക് കരുണ നിറയേണ്ട ഓരോ അംശങ്ങളാണ്. കർത്താവെ, കരുണ നിറയേണ്ട ഓരോ വിഷയങ്ങളിലേക്ക് അങ്ങയുടെ ദൈവകരുണ ഈ നിമിഷം ഞങ്ങൾ ഈ തിരുമുഖത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളിലേക്ക് ഇറങ്ങണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ മുൻപിലേക്ക് ഇരുകരങ്ങൾ നീട്ടിപ്പിടിച്ച് കരുണ നിറയുവാനായിട്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളിലേക്ക് ഒഴുകണമേ. തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവ കരുണയാണ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സാരാംശമെന്ന്. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ യോഗ്യതയാൽ, അങ്ങയുടെ കരുണയുടെ യോഗ്യതയാൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ബന്ധനങ്ങൾ വിട്ടു മാറട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിലേക്ക് അങ്ങയുടെ കരുണ ഒഴുകണമേ. ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ച് നിൽക്കുന്ന ഓരോ നന്മകളിലേക്കും അങ്ങയുടെ കരുണ ഒഴുകണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേൽ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ, ഞങ്ങളുടെ മക്കളുടെ മേൽ, ഞങ്ങളുടെ ജീവിത പങ്കാളികളുടെ മേൽ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേലും കർത്താവേ, ഈ നിമിഷം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയുടെ യോഗ്യതയാൽ അങ്ങയുടെ കരുണ ഈ നിമിഷം ഒഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങൾ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നെഞ്ചോട് ചേർത്ത് പിടിച്ച് കർത്താവിൻ്റെ മുഖത്തിലേക്ക് നോക്കി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം.
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സുപരിചിതമായ ഒരു തിരുവചന ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്നത്തെ ചിന്ത നടക്കുക. സക്കേവൂസിൻ്റെ ഭവനത്തിൽ ഈശോ കടന്നു വരുന്ന നിമിഷത്തെയാണ് ഇന്ന് നമ്മൾ കരുണയോടെ നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. സമൂഹത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനമുണ്ടായിരുന്നിട്ടും ഒരുവനാലും ഒന്ന് ബഹുമാനിക്കപ്പെടാതെ തള്ളിക്കളയപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു സക്കേവൂസ് നിന്നിരുന്നത്. ജനക്കൂട്ടം മുഴുവനും അവിടെ കൂടിയിരുന്നിട്ടും സമൂഹത്തിൽ ഇച്ചിരി സ്ഥാനമുണ്ടായിരുന്നിട്ട് പോലും അവനൊരു സ്ഥാനം പോലും ലഭിച്ചില്ല, ഒരു വഴി പോലും ലഭിച്ചില്ല കടന്നു പോകുവാൻ, ഈശോയെ ഒന്ന് കാണുവാനായിട്ട്. അവൻ ആ വഴി പോലും ലഭിക്കാതെ ഇരുന്ന അവസ്ഥകളിലും ഈ ലോകത്തിലെ സകലരും അവനെ തള്ളി പറഞ്ഞ അവസ്ഥയിലും അവനിലൊരു നന്മയുണ്ടായിരുന്നു, ഈശോയെ കാണണമെന്നുള്ളൊരു നന്മ. അത് ഏത് രീതിയിലാണെങ്കിൽ തന്നെ പോലും കുഴപ്പമില്ല, ഈശോയെ എനിക്കൊന്ന് കാണണം, അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിലേക്കാണ് ഈശോ കരുണയോടെ അവനെ നോക്കിയത്. സമൂഹത്തിൽ ഒരുവൻ പോലും അവനെ വകവെച്ചില്ല, ഒരുവൻ പോലും അവനെ ബഹുമാനിച്ചില്ല. അവസാനം മരത്തിൻ്റെ മുകളിൽ അവൻ കയറേണ്ടി വന്നു. അത്രമാത്രം രീതിയിൽ അവനെ തള്ളി പറഞ്ഞിട്ടു, തള്ളി നീക്കപ്പെട്ട അവസ്ഥയിലും ഈശോ അവൻ്റെ ആഗ്രഹത്തെ കരുണയോടെ നോക്കി. ഈ നിമിഷം കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രാർത്ഥിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയ വിചാരത്തിലേക്കാണ് ഈശോ നോക്കുക. ഈശോയെ കാണുവാൻ നമുക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ് ഈശോ ഈ നിമിഷം നമ്മളിലേക്ക് നോക്കുക. ആ ആഗ്രഹത്തിലേക്ക് ഈശോ കരുണയോടെ കടന്നു വന്ന് ഈശോ പറയുന്ന ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇന്ന് നിൻ്റെ ഭവനത്തിലായിരിക്കണമെന്ന്. ഈശോയുടെ കരുണ ഒഴുകിയ നിമിഷമാണ്. സക്കേവൂസിൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും അവൻ ഓർത്തിട്ടില്ല ഈശോ അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. ഒരു നിമിഷം പോലും അവൻ ചിന്തിച്ചിട്ടില്ല ഇത്രയും അത്ഭുത പ്രവർത്തകനായ, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ വലിയ മാറ്റം കൊണ്ടുവന്ന തമ്പുരാൻ കർത്താവ് അവൻ്റെ ഭവനത്തിൽ വരുവാൻ അവന് ഭാഗ്യമുണ്ടായിരുന്നു എന്ന് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൻ അറിഞ്ഞിട്ടില്ല. എന്നാലും അവൻ്റെ ആഗ്രഹം ഈശോയെ കാണണം എന്നുള്ളൊരാഗ്രഹം അവനെ ഈശോയെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. ആ ഈശോയുടെ കരുണയെ നമുക്ക് ഓർക്കാം. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും ഇതാ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് അങ്ങയുടെ കരുണ വേണം. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അങ്ങയെ കാണുവാൻ, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ഭവനത്തിലേക്ക് അങ്ങേ വിളിച്ചുകൊണ്ട് പോകുവാൻ. കർത്താവേ, ആ ആഗ്രഹത്തെ അങ്ങ് കരുണയോടെ ഒന്ന് നോക്കണമേ. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തടസ്സങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് തടസ്സപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും അവസ്ഥകളുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം പ്രാർത്ഥിക്കാം. ആ തടസ്സങ്ങളല്ല, അതിലുപരിയായി ഈശോ നോക്കുന്നത് നമ്മുടെ ഓരോരുത്തരെ ആഗ്രഹമാണ്. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മതി, ഈശോ കരുണയോടെ എഴുന്നള്ളൂ. നമുക്ക് ആ ആഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നിമിഷം ഇവിടെ ആയിരിക്കുന്നവരും ഓൺലൈനിൽ കൂടെ ഇത് പങ്കെടുക്കുന്നവരുമൊക്കെ ഈ നിമിഷം ഒരു കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈശോയോട് പറയാം, എൻ്റെ ഈശോയെ, എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങേ കാണാൻ, എനിക്ക് ആഗ്രഹമുണ്ട് തമ്പുരാനെ അങ്ങേ കാണണമെന്ന്. എൻ്റെ ബന്ധനങ്ങളോ എൻ്റെ തടസ്സങ്ങളോ ഒന്നുമല്ല, അതിനേക്കാട്ടിലും ഉപരിയാണ് അങ്ങയുടെ കരുണ എന്ന് എനിക്കറിയാം കർത്താവേ. എൻ്റെ ബന്ധനങ്ങളോ തടസ്സങ്ങളോ പാപങ്ങളോ ഒന്നും അങ്ങേക്ക് വെറും നിസ്സാരമാണെന്ന് കർത്താവേ ഞങ്ങൾക്കറിയാം. ഈ നിമിഷം ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈശോയെ, അങ്ങയുടെ കരുണയോടെ ഞങ്ങൾ നോക്കി ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരണമേ. ഈശോയെ കാണുവാനായിട്ട് അവൻ ഓടിച്ച് ചാടി കയറിയത് സിക്കമോർ മരത്തിന് മുകളിലാണ്. ആ മുകളിൽ നിന്ന് അവൻ ഈശോയെ കാണുവാനായിട്ടുള്ള ആഗ്രഹത്തിൽ നോക്കിയപ്പോൾ ഈശോയാണ് അവനെ വിളിച്ച് താഴോട്ടിറക്കുന്നത്. നമ്മൾ ഏതൊക്കെ തിന്മയുടെ മരങ്ങളുടെ ഉപഗ്രഹ തലങ്ങളിലാണെങ്കിൽ പോലും അവിടെ നിന്നാണ് നമ്മൾ ഈശോയെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല. ഈശോ നമ്മളെ ഓരോരുത്തരെയും വിളിക്കും, അടുത്തേക്ക് വിളിക്കും. ഈശോ നമ്മളെ അടുത്തേക്ക് വിളിച്ച് ഈശോ നമ്മളെ ഒരുമിച്ച് ഭവനത്തിലേക്ക് പോകും. ഈ നിമിഷം കർത്താവിനെ ഒരുമിച്ച് ഭവനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളിലേക്ക് നിറച്ച് ഞങ്ങളുടെ ഈ ആഗ്രഹത്തെ, പ്രത്യേകമായി അങ്ങേ കാണണമെന്നുള്ള ആഗ്രഹത്തെ, അങ്ങ് ഞങ്ങളുടെ ഭവനത്തിൽ വരണമെന്നുള്ള ആഗ്രഹത്തെ ഈ നിമിഷം കർത്താവെ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വരണമേ, കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ ഇല്ലായ്മയിലേക്ക്, ഞങ്ങളുടെ പോരായ്മകളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ ഏതെങ്കിലും മാനസികമായി തളർന്നു കിടക്കുന്ന അവസ്ഥകളിലേക്ക് കർത്താവേ ഈ നിമിഷം വരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നമുക്ക് ഇരുകരങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ യാചനാപൂർവ്വം പിടിക്കാം. കർത്താവേ, ഇതാ ഞങ്ങൾ ആത്മാർത്ഥമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു.
സക്കേബൂസിനെ പോലെ തന്നെ ആഗ്രഹത്തോടു കൂടെ അങ്ങേ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളുടെ തിന്മകളുടെ മരങ്ങളുടെ മുകളിലായിരിക്കും. പക്ഷെ കർത്താവേ, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അങ്ങേ കാണണമെന്ന്. ഞങ്ങൾക്ക് മാത്രമല്ല കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പലർക്കുമുണ്ട് അങ്ങേ കാണണമെന്ന്. പ്രാർത്ഥിക്കുവാൻ ചിലപ്പം ബുദ്ധിമുട്ടായി കിടക്കുന്ന അവസ്ഥകളിലുള്ള മക്കളെ ഓർത്തായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ചിലപ്പം പ്രാർത്ഥനയിൽ ഒരു നിമിഷം പോലും ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ തടസ്സം നേടുന്ന മക്കളെ ഓർത്തായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദമ്പതികളെ ഓർത്തായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ജീവിത പങ്കാളികളെ ഓർത്തായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും കുഴപ്പമില്ല, കർത്താവിന് മുൻപിൽ കർത്താവെ അങ്ങേ കാണണമെന്നുള്ള ആഗ്രഹം എനിക്ക് മാത്രമല്ല, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമൂഹം മുഴുവനിലുമുണ്ട്. അങ്ങ് ഞങ്ങളെ ഈ നിമിഷം നോക്കി ഞങ്ങളുടെ ഭവനത്തിലേക്ക് അങ്ങ് വരണമേ എന്ന് ആത്മാർത്ഥമായി ഈശോയുടെ മുഖത്തിലേക്ക് വിളിച്ച് ഈ നിമിഷം കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരണമേ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്ന് ഈ നിമിഷം അങ്ങയുടെ കരുണ നിറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ കരുണ ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും നിറയ്ക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കരുണ വെളിപ്പെടുത്തി അങ്ങ് ഈ നിമിഷം ഈ സുവിശേഷത്തിന്റെ അനുഗ്രഹത്താൽ അങ്ങയുടെ കരുണ ഈ നിമിഷം ഈ ഓൺലൈനിലൂടെ കണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും ഇതിലേക്ക് കൂടുന്ന ഓരോ മക്കളിലേക്കും അങ്ങയുടെ കരുണ ഈ നിമിഷം വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈ മക്കൾ പ്രാർത്ഥിക്കുന്നവരുടെ മേലും ഈ മക്കൾ പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗങ്ങളുടെ മേലും അങ്ങയുടെ കരുണ ഈ നിമിഷം കടന്നു വരട്ടെ. അങ്ങയുടെ കരുണ നിറഞ്ഞ് അങ്ങ് ഇവരെ ഓരോരുത്തരെയും ദർശിക്കുവാനുള്ള ഭാഗ്യം ഇവർക്കുണ്ടാകട്ടെ. അങ്ങ് ഇവരുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഭാഗ്യം ഇവർക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയിലിറ്റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നുകൂടെ കർത്താവിൻ്റെ മുൻപിൽ കരുണയാചിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച നമ്മൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിച്ച സകലർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിച്ച ഓരോ നിയോഗങ്ങളിലേക്കും കർത്താവിൻ്റെ കരുണ നന്നായി ഒഴുകുവാൻ വേണ്ടി, കർത്താവിൻ്റെ കരുണ നമ്മളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയും ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. സക്കേബൂസിനെ പോലെ തന്നെ ആഗ്രഹത്തോടെ കർത്താവിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ നമുക്കായിരിക്കുമ്പോൾ കർത്താവ് തീർച്ചയായിട്ടും കരുണയോടെ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമെന്നുള്ളൊരു ബോധ്യത്തോടു കൂടെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന് കർത്താവിൻ്റെ വലിയൊരു ആശീർവാദം ഈ നിമിഷം കരുണയോടെ നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ആരാധന, 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന, എന്നുമെന്നും ആരാധന, എന്നുമെന്നും